ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമ്മേ സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു വേദവാക്യം വായിക്കാം. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ കർത്താവിനുള്ളത്. വെളിപ്പാടിൻ്റെ 19-1 വാക്യമാണ്. പ്രിയരെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. രക്ഷയും നമ്മുടെ രക്ഷ, നമ്മളെ രക്ഷിക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ രക്ഷിച്ച വിധങ്ങൾ ഓർത്താൽ നമ്മൾ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ രക്ഷയും മഹത്വവും ശക്തിയൊക്കെ നമ്മുടെ ദൈവത്തിനുള്ളതാണ്. അവങ്കിൽ നിന്നാണ് വരുന്നത്. മറ്റാർക്കും അത് സാധ്യമല്ല. നാം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കും. രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിൻ്റെ കരം കൂറുതായി പോയിട്ടില്ലെന്ന് നമ്മൾ കേൾപ്പാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് വേദവാക്യങ്ങളിലൊക്കെ. അമ്മേ സ്തോത്രം. നാം നമ്മുടെ ആത്മീയ യാത്രയിൽ, ആത്മീയ വളർച്ചയിൽ നമുക്ക് അർപ്പിക്കാനുള്ളത് ദൈവത്തിനുള്ള രക്ഷ, ദൈവത്തിനുള്ളത് ശക്തി, ദൈവത്തിൻ്റെ മഹത്വമാണ്. അവൻ്റെ മഹത്വമായ ആ വേലയ്ക്ക് നാം നമുക്ക് യോഗ്യരായി തീർക്കത്തക്കവണ്ണം അവൻ നമ്മെ നടത്തുന്ന ആ വിധങ്ങൾക്ക് ആ വിധങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ആ വിധങ്ങൾക്കായി നമുക്ക് യാതൊരുവിധ യോഗ്യതയും നമുക്കിതിനില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ദേശത്തിൻ്റെ മുമ്പിൽ നമ്മെ എത്രത്തോളം യോഗ്യരാക്കി തീർത്ത് ദൈവത്തിൻ്റെ നാമത്തിലല്ലാതെ നമുക്കൊന്നും സന്തോഷിപ്പാനില്ല ഈ ലോക ജീവിതത്തിൽ. ഈ ലോക ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പലരും ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക് വിരിഞ്ഞോടിക്കൊണ്ട് അഴിമതിയുടെ പുറകെ പോകുമ്പോൾ പലരും ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അനേകരിൽ കടന്നു എന്ന ദൈവവചനം പറയുന്നതിന് വേണ്ടി അവർക്ക് സാധ്യമല്ലാത്ത രീതിയാണ് നാം കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവർ, എല്ലാ മഹത്വവും എല്ലാ രക്ഷയും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം നമുക്ക് കൊടുക്കാം. നമുക്ക് അവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി നിൽക്കുമ്പോൾ അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം എന്ന യാഗങ്ങൾ അർപ്പിക്കാം. എന്നെ ഈ വചനവുമായി നിൽപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഒന്നും അറിയാത്ത എന്നെ ഇത്രയെങ്കിലും ആക്കി തീർത്തത് ദൈവത്തിൻ്റെ കരുണയാണ്. അതേപോലെ നമ്മെ ഓരോരുത്തരെയും അവൻ്റെ ആ ചിറകടയിൽ വഹിക്കുന്ന കോഴി തൻ്റെ ചിറകൻ കീഴിൽ വഹിക്കുന്നത് പോലെ വഹിച്ചുകൊണ്ട് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുമ്പോൾ അവൻ നമ്മെ കരുതുവാൻ കാക്കുവാൻ ശക്തനായ കർത്താവിൻ്റെ പാതവിടെ നമുക്കൊരു നിമിഷം താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. ആത്മീയമായി നമ്മെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മീയമായ ഒരു വളർച്ചയും ഉയർച്ചയും നമുക്ക് ആവശ്യമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിൻ്റെ കരം കൂറുതായില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ കണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ പാതവിടെ നമുക്ക് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരുന്നുകൊണ്ട് അവൻ്റെ ഉണർവുള്ളൊരു മുമ്പോട്ട് പോകാൻ നമ്മെ ദൈവം ഒരുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം ഓരോരുത്തരും ശക്തിയില്ലാത്തവരായി കാണപ്പെടുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു, ആത്മീയമായി നമ്മെ ഉയർത്തുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു. പലപ്പോഴും ബലമില്ലാത്തവരായി നാം കാണപ്പെടുന്നു, ക്ഷീണിതരായി കാണപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നമ്മുടെ കരങ്ങളെയും നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തി, ശരീരത്തെ അവിടുന്ന് ആരോഗ്യം തന്ന ബലം തന്ന എത്രത്തോളം നടത്തി നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു അവൻ്റെ കൃപയിൽ പൊതിഞ്ഞു. ആ ദൈവത്തിന് നമുക്ക് നന്ദി അല്ലാതെ ഒന്നും പറയാനില്ല. നമുക്ക് നന്ദി പറയാൻ നമുക്ക് വകയുണ്ട്, സന്തോഷിപ്പാൻ നമുക്ക് വകയുണ്ട്. അവൻ്റെ പാതവിടെ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട് പ്രിയമക്കളെ. എന്നാൽ നമ്മെ ഓരോരുത്തരെയും ഈ നടത്തിയ വിധങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ഈ 2026 നാം ഓരോരുത്തരും അവന് വേണ്ടി അവൻ്റെ ഇഷ്ടം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾ വെടിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. പലപ്പോഴും പലരും കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കാതെ അതൊക്കെ ഛേദമെന്നെണ്ണിക്കൊണ്ട് ഇന്ന് ആളുകളെ മുമ്പോട്ട് നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ യാത്രയിൽ ഉടനീളം നമുക്ക്
ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിൻ്റെ പാതവിടെ നമുക്കായിരിക്കാം. ഈ വചനം നമ്മുടെ രക്ഷയും ഏഹ്, അവൻ രക്ഷയും ശക്തിയും മഹത്വവും എല്ലാം അവനുള്ളതാണ്. അവൻ്റെ പക്കലാണ് ഇതെല്ലാം ഉള്ളത്. മറ്റാരുടെയും പക്കലില്ല. നമുക്കുള്ള രക്ഷ, അവൻ്റെ ശക്തി, അവൻ്റെ ബലം, ഇതെല്ലാം നമുക്ക് നൽകുമെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ജീവിപ്പാൻ പറ്റത്തുള്ളൂ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് എഴുന്നേൽക്കാൻ വേണ്ടുന്ന ആയുസ്സും ആരോഗ്യമേലും ശക്തിയൊക്കെ തരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രശംസയല്ല, ഒന്നുമല്ല. എന്നാൽ അവൻ നമ്മെ നടത്തിയത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അത് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ വചനത്തിന് മുൻപേ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഈ വചനം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് താഴ്ന്നിരുന്നോളുന്നു. അമ്മേ, സ്തോത്രം. ഞങ്ങളുടെ മഹത്തുള്ള പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിന് അടിയങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്ക് സ്തോത്രം ചെയ്ത് സ്വർഗത്തിൻ്റെ സാഹിത്യങ്ങളുടെ അടിയങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചോട്ടെ. ഇത് കേൾക്കുന്ന എല്ലാം അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവം താഴ്ത്തി സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ട് സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേ, സ്തോത്രം.